നമസ്കാരം, ലൂസ് ടോക്കിലേക്ക് സ്വാഗതം. നമസ്കാരം. ഇന്നിപ്പോൾ പ്രധാനമായിട്ടും പൂരം നടത്താൻ തീരുമാനിച്ചു എന്നുള്ളൊരു വാർത്തയാണ് വരുന്നത്. അതിനൊപ്പം തന്നെ ഒരു പിഞ്ചു കുഞ്ഞുകൂടി പാമ്പ് കടിയേറ്റ് മരിച്ചു. അതുപോലെ വളരെ ദാരുണമായ ജീവിത സാഹചര്യവും ആശുപത്രിക്കെതിരായ ആരോപണങ്ങളും എല്ലാം കൊണ്ട് ആ പാമ്പ് കടിയെ മറ്റ് പാമ്പ് കടികളിൽ നിന്ന് വ്യത്യസ്തമാക്കുകയാണ്. അതാണ്. പിന്നെ അതിനൊപ്പം തന്നെ ഹോർമുസ് കടലിടുക്കിൽ അമേരിക്ക മൈനുകൾ നീക്കം ചെയ്യുന്നതിനകത്ത് ഒരു ബുദ്ധിമുട്ട് കൂടിയുണ്ട്. 6 മാസം വേണ്ടി വരുമെന്നാണ്. അതെ, നമുക്ക് അപ്പം ഇവിടെ നിന്ന് തുടങ്ങാം. തൃശ്ശൂർ പൂരം. അതെ, തൃശ്ശൂർ പൂരം വെടിക്കെട്ട് ഒഴിവാക്കി നടത്തുവാനാണ് തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. ഈ 14 പേര് അതിദാരുണമായി മരിച്ച ഒരു വലിയ വെടിക്കെട്ട് അപകടത്തിന്റെ നിഴലിൽ നിന്നുകൊണ്ടാണ് ഇപ്പോൾ ഈ പരിപാടി നടത്താൻ. 14 പേര് മാത്രമല്ല, ഇനിയും തിരിച്ചറിയാത്ത ശരീര അവശിഷ്ടങ്ങളുണ്ട്. അവയെല്ലാം DNA പരിശോധനയൊക്കെ നടത്തി ഇതിൻ്റെ ഒരു അവസാന മരണക്കണക്ക് ചിലപ്പം 25-ഓ 30-ഓ ഒക്കെ ആയി ഉയരാനുള്ളൊരു സാധ്യതയുണ്ട്. അതായത് ഒരു വലിയ ദുരന്തം തന്നെയാണ്. ഈ ദുരന്തത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ തൃശ്ശൂർ പൂരം നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ഈ ജോലിക്ക് വേണ്ടി പണിയെടുത്തവരാണ് മരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പൂരം തീർത്തും ചടങ്ങുകൾ മാത്രമാക്കുക എന്നുള്ളതായിരുന്നു ഏറ്റവും നല്ലത്. വേറെ ആഘോഷങ്ങളൊന്നും വേണ്ടാന്ന് വയ്ക്കുക. അതിന് അവർ ദേവസ്വം പറയുന്ന രസകരമായ സാധനം എന്ന് പറഞ്ഞാൽ ഒരുക്കങ്ങളെല്ലാം കഴിഞ്ഞു, അതുകൊണ്ട് നടത്തിയേ പറ്റുള്ളൂ എന്നാണ്. ഈ ദേവസ്വം ബോർഡുകൾ തന്നെയാണ് 2 കൊല്ലം മുമ്പ് പെട്ടെന്ന് അങ്ങ് എല്ലാ ഒരുക്കങ്ങളും നടത്തിയിട്ട് ഞങ്ങൾ നടത്തുന്നില്ല, സർക്കാരിനോടുള്ള പ്രതിഷേധ സൂചകമായിട്ട് പൂരം വേണ്ടെന്ന് വെച്ചത്. ആ ദേവസ്വങ്ങളാണ് ഇപ്പോൾ പറയുന്നത് പൂരം ഞങ്ങളെല്ലാം ഒരുക്കവും നടത്തി, അതുകൊണ്ട് നടത്തിയേ പറ്റുള്ളൂ എന്ന നിലപാടെടുക്കുന്നത്. അത് തീർത്തും ഈ മരിച്ചവരോട് കാട്ടുന്ന അനാദരവാണ്. കാര്യം ഇതിനു വേണ്ടി കഷ്ടപ്പെട്ടവരാണ് മരിച്ചത്. ഈ കോവിഡ് കാലഘട്ടത്തിൽ ഇത് മാറ്റിവെച്ചിട്ടില്ല. അന്ന് പൂരം ചടങ്ങുകൾ, അതായത് ആന വരുന്നു, ഭഗവാനെ എഴുന്നള്ളിക്കുന്നു, കുറച്ചുപേര് മാത്രം പങ്കെടുക്കുന്നു, പ്രതീകാത്മകമായിട്ട് കുറച്ച് ചടങ്ങുകൾ നടന്നതേ. വെക്കരുതാത്തതായിട്ടൊന്നുമില്ല, മാറ്റി വെക്കാവുന്നതാണ്. അല്ല, ഇവര് തന്നെ അന്ന് നമുക്കറിയാം, അങ്കിത് അശോക് ആയിരുന്നു അന്ന് അവിടുത്തെ തൃശ്ശൂർ കമ്മീഷണർ. അദ്ദേഹമായുള്ള പ്രശ്നങ്ങൾ കാരണം ഒരു ദിവസം പെട്ടെന്ന് രാത്രി വെടിക്കെട്ട് വേണ്ടാന്ന് വയ്ക്കുന്നു. അതുണ്ടാക്കിയ കോലാഹലങ്ങൾ, അത് രാഷ്ട്രീയമായി ചർച്ച ചെയ്തത് അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ആയി ബന്ധപ്പെട്ട് അത് ഉയർന്ന സാധനങ്ങൾ, അതിന്റെ അന്വേഷണങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അത് ശരിക്കും ഒരു രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി, ഒരു മുതലെടുപ്പിന് വേണ്ടിയുള്ള ഒരു പരിപാടിയായിരുന്നു എന്ന് ആരോപണമായിരുന്നു. പക്ഷെ ഇപ്പൊ ഇവര് പറയാണ് ഇത് നടത്തിയേ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ അന്ന് അങ്ങനെ രാഷ്ട്രീയം അതിന്റെ പിന്നിൽ ഉണ്ടോ എന്ന് നമുക്ക് സംശയിക്കേണ്ടി. അതെ, അതാണിപ്പോ വന്നിരിക്കുന്ന ഒരു കാര്യം. ഇപ്പം സ്വാഭാവികമായിട്ടും വെടിക്കെട്ട് ഒഴിവാക്കി എന്ന് പറഞ്ഞത്, വെടിക്കെട്ടിന് കൊണ്ടുവന്ന സാധനമില്ല. പൂരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടത് ആനകളെ അണിനിരത്തിയുള്ള കുടമാറ്റവും അവിടെ ആളുകൾ എലഞ്ഞിത്തറമേളം പൂർവാധികം ഭംഗിയായിട്ട് നടത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഈ മരിച്ചവരോടും ആ വേദനയിലിരിക്കുന്ന കുടുംബത്തിനോടുള്ള ഒരു അനാദരവാണ്. ഈ അവര് മരിച്ചത് ഈ പൂരത്തിന് വേണ്ടിയാണ്, ഈ പൂരത്തിന്. അതുകൊണ്ട് ഈ പൂരമെങ്കിലും അവർക്ക് വേണ്ടി നമ്മൾ ചടങ്ങുകളായി നടത്തി നമ്മൾ ഒരു മാതൃകയാകേണ്ടതായിരുന്നു. പക്ഷെ അതുണ്ടായില്ല. പക്ഷെ സർക്കാർ ശക്തമായി പറയണമായിരുന്നു ഈ ഘട്ടത്തിൽ. ആര് മരിച്ചാലും പൂരം നടത്തുന്നൊരു നിലപാടിലേക്കാണ് കാര്യങ്ങൾ. ശരിക്കും നമ്മുടെ ഈ നാട്ടിലുള്ള ഈ പൂരത്തിനൊപ്പം ഉള്ള ഈ വെടിക്കെട്ട്, അതുപോലെ ആന എഴുന്നള്ളിപ്പ്, ഇപ്പോഴത്തെ കാലാവസ്ഥയ്ക്ക് ഒരു ആന എഴുന്നള്ളിപ്പിക്കുന്ന ഒരു അവസ്ഥയൊന്നും ആലോചിച്ച് നോക്കി. സാധാരണ മനുഷ്യന് റോഡിൽ കൂടി നടക്കാൻ കഴിയില്ല. ആ സമയത്താണ് ഇവർ ആന എഴുന്നള്ളിക്കുന്നത്. അപ്പോൾ ഇവർ പറയുന്ന ഒരു കാര്യമുണ്ട്, ഞങ്ങൾ വെള്ളം തളിക്കുന്നുണ്ടെന്ന്. ഇപ്പം ശരിക്കും പറഞ്ഞാൽ കടലിൽ കൊണ്ട് കായം കലക്കുന്ന പോലെയുള്ള ഈ വെള്ളം തളി. അതെ, പക്ഷേ ഈ പൂരം എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ സാംസ്കാരിക തനിമയുടെ പ്രതീകമാണ്. അതെ, അത് കേരളത്തിന് ഒരുപാട് പുറം ലോകത്ത് ചർച്ച, അതൊരു മതസൗഹാർദ്ദത്തിന്റെ പ്രതീകമാണ്, തൃശ്ശൂരിന്റെ ഒരു കൂട്ടായ്മയാണ്. അത്തരത്തിലത് നടക്കേണ്ടത് തന്നെ എന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷെ ഞാൻ പറയുന്നത് ഈ ഒരു ദുരന്ത കാലത്തെങ്കിലും അത് മാറ്റിവെക്കാതെ നടത്തുന്നത് കുറേ പേരുടെ മനസ്സിൽ അത് വേദന ഉണ്ടാകും, ഇങ്ങനെയുള്ള ചിന്തകളും ഉണ്ടാകും. ഇനി വേണോ ഇത്തരം പരിപാടികൾ വേണോ എന്ന്. 2 കൊല്ലം മുമ്പ് ഇവർ തന്നെ പെട്ടെന്നൊരു ദിവസം ഞങ്ങൾ നടത്തുന്നില്ല എന്ന് തീരുമാനിച്ച് ചടങ്ങുകൾ മാത്രം നടത്തി അവസാനിപ്പിച്ച ഒരു പൂരമാണ്. ഇത്രയും പേര് മരിച്ചിട്ട് ഇതിപ്പോ ഈ കൊല്ലപ്പെട്ടവരുടെ മാത്രം ഒരു ബാധ്യതയായി ഇത് മാറിയുന്ന. അതെ, കാരണം അവരുടെ ബന്ധുക്കൾ ഇനിയും കാണാതെ പോയവർ ഒത്തിരി പേരുണ്ട്. മൃതദേഹ അവശിഷ്ടങ്ങൾ ധാരാളമുണ്ട്. ഈ DNA പരിശോധന ഫലം വരുമ്പോഴേ ഇനി ആരെയൊക്കെ കണ്ടു കിട്ടും. അതായത് പൂരം കഴിയുമ്പോൾ ആ സമയത്ത് പോലും ചിലപ്പോൾ ഈ മരണങ്ങളുടെ ലിസ്റ്റ് വന്നുകൊണ്ടിരിക്കും. അതാണ് ഈ പുറ്റിങ്ങൽ വെടിക്കെട്ട് അപകടത്തിൽ ഏതാണ്ട് ഇതേ അവസ്ഥ തന്നെയാണ്, സമാനമായ അവസ്ഥ. ഇനി കാണാത്തവരെ നമ്മൾ എന്താ ചെയ്യുക? കാണാത്തവരെ നമ്മളത് മരിച്ചുപോയി എന്ന് കണക്കാക്കി അങ്ങ് വിടുക മാത്രമാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മളിപ്പോ ഈ പൂരം വെടിക്കെട്ട് ഇതിനു മുമ്പുള്ള ഈ അപകടത്തെ തുടർന്ന് വളരെ വിശദമായിട്ടൊരു ചർച്ച വന്നിരിക്കുന്നത്, ക്ഷേത്ര ഉത്സവങ്ങളിൽ വെടിക്കെട്ടുകൾ ആവശ്യമുണ്ടോ, ആന എഴുന്നള്ളിപ്പ് ആവശ്യമുണ്ടോ എന്നാണ്. കരിയും കരിമരുന്നും വേണ്ടെന്ന് ശ്രീനാരായണ ഗുരു പറഞ്ഞിട്ടുണ്ട്. അത് വളരെ അക്ഷരാർത്ഥം. വെള്ളാപ്പള്ളി ഇപ്പം
ആവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട് ഇന്ന്. അതെ, വെള്ളാപ്പള്ളി ആവർത്തിച്ചെന്ന് പറഞ്ഞാൽ പുള്ളി ഗുരുവിന്റെ പദവിയിലേക്ക് കയറാൻ നിൽക്കുന്ന ഒരാളായതുകൊണ്ട് അതെ, പുള്ളിക്ക് അതെ. അങ്ങനെ പറഞ്ഞേ പറ്റൂ. പക്ഷെ അതൊരു യാഥാർത്ഥ്യമാണ്. ഇപ്പം ഗുരുവായൂർ തന്ത്രി പറഞ്ഞിട്ടുണ്ട്, ചേന്നാസ് അതെ. ദിനേശ് നമ്പൂരി, അവർ അടക്കം ഇന്നൊരു ഒരു വൈദികനല്ല, ഒരു ബിഷപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത്തരം അഭിപ്രായങ്ങളൊക്കെ നിൽക്കുമ്പോഴാണ് ഈ പാറമേക്കാവും തിരുവമ്പാടി 2 ദേവസ്വങ്ങൾ ഇത്ര ഒരു തീരുമാനം. സത്യം പറഞ്ഞാൽ സർക്കാർ ഇത് സവിശേഷ ദുരന്തമായി പ്രഖ്യാപിച്ചാണ്. അതെ, അത് വെറും ദുരന്തമല്ല, സവിശേഷ ദുരന്തം 14 ലക്ഷം എന്നിട്ട് രൂപ അതെ, സർക്കാർ കൊടുക്കുന്നുണ്ട്. അങ്ങനെ സവിശേഷ ദുരന്തം ഉണ്ടായിട്ട് ഒരു 2 ആഴ്ച പോലും ആ സമയത്ത് പോലും നമ്മൾ ഇതിൽ കൊല്ലപ്പെട്ടവരെ മറന്നു പോവുക എന്ന് പറയുമ്പോൾ, അല്ല, ഇത് ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വസ്തുത ഇതിനകത്തുണ്ട്. ഇത്തരം വെടിക്കെട്ടുകൾ, അതായത് പണ്ട് പുരാതന കാലത്തൊക്കെ ഉണ്ടായിരുന്നു. അത് ഉത്സവത്തിനാണ്, അതെന്ന് പറഞ്ഞാൽ അതൊരു ആഘോഷത്തിന്റെ ഒരു ചെറിയ ഒരു മാറ്റി കൂട്ടാൻ വേണ്ടി മാത്രം തുടങ്ങി വെച്ചാൽ, ഇതിപ്പോ വെടിക്കെട്ട് ഒരു ആചാരം പോലെ ആക്കി മാറ്റിയിരിക്കുകയാണ്. അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഇപ്പം ഈ പുറ്റിങ്ങൽ വെടിക്കെട്ട് അപകടം നടന്നപ്പോൾ തന്നെ സർക്കാർ ഇതിനു വേണ്ടി ഒരു മാർഗനിർദ്ദേശം, അല്ലെ ഒരു മാനദണ്ഡം കൊണ്ടുവരേണ്ടതായിരുന്നു. അല്ല, മാനദണ്ഡവും മാർഗനിർദ്ദേശവും ഒക്കെ വന്നിട്ടുണ്ട്. ഇതിന് വ്യക്തമായ ചട്ടങ്ങളുണ്ട്. ഈ ചട്ടങ്ങളൊക്കെ പാലിക്കപ്പെട്ടാൽ ഒരിടത്തും വെടിക്കെട്ട് നടക്കത്തില്ല. ഇപ്പൊ തന്നെ ഈ വെടിപ്പുര ഫയർ സേഫ്റ്റിക്കാരൊന്നും പരിശോധിച്ചിട്ടില്ല, ലൈസൻസും ഉണ്ടായിരുന്നില്ല. നേരത്തെ തന്നെ തൃശ്ശൂർ പൂരം നടക്കുമ്പോൾ ഇത്രയും അധികം വെടിക്കോപ്പുകൾ അല്ലെങ്കിൽ സൂക്ഷിക്കുകയൊന്നും, ഇതൊക്കെ മനസ്സിലാക്കി ഒരു പരിശോധന നടത്തേണ്ടത് ഇന്നലെ ഞാൻ പറഞ്ഞതാണ്, അത് നടന്നിട്ടില്ല. ഇപ്പോൾ പെട്ടെന്ന് ഇന്നലെ ഇത് ഉണ്ടായതിനു ശേഷം നേരെ പോയിട്ട് പാറമേക്കാവിൻ്റെ, ഇത് തിരുവമ്പാടിയാണല്ലോ പൊട്ടിയത്, പാറമേക്കാവിൻ്റെ ഇതെല്ലാം അങ്ങ് പൂട്ടിച്ചു. അവിടെ പ്രശ്നമാണെന്ന് പറയുന്നു. പക്ഷേ ഇത് ഇവർക്ക് വേണമെങ്കിൽ കുറച്ച് ദിവസം മുമ്പ് എടുത്തിരുന്നെങ്കിൽ ഈ ചട്ടങ്ങൾ, അതായത് എന്ത് നടത്തുമ്പോഴും ചട്ടങ്ങൾ ഉണ്ടാക്കുന്നത് നിയമം പാലിക്കാനോ അത് അപകടം ഒഴിവാക്കാനുമാണ്. ഈ ഒരു 18 മീറ്റർ മാറി ഇരിക്കണം എന്നൊക്കെ പറയുന്ന നിയമങ്ങൾ, ഇതൊക്കെ പാലിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ വെടിക്കെട്ട് പോലും ഒരു പുരയിൽ മാത്രമായിട്ട് അല്ലെങ്കിൽ കുറച്ച് സ്ഥലത്ത് മാത്രമായി ഒതുങ്ങിയേനെ ചിലപ്പോ. ഈ ബങ്കർ പോലെ എന്തെങ്കിലും ഒരു സംവിധാനം, കാരണം അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന വെടിമരുന്നുകളുടെ അളവ് കുറയ്ക്കുക, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇത് നമ്മൾ കണ്ടില്ല, അതിന്റെ വിഷ്വൽ, അതിന് തൊട്ട് മുമ്പാണെന്ന വിഷ്വൽ. ഇതിങ്ങനെ ചുറ്റിനും ആൾക്കാരിരുന്ന് തമാശ പറഞ്ഞ് അവർ ഈ പടക്കോപ്പുകൾ, വെടിക്കോപ്പുകൾ ഉണ്ടാക്കുകയാണ്. ഈ ഉണ്ടാക്കുന്നതിനിടയിലേക്ക് ശരിക്കും നമ്മൾ ഈ പറയുന്ന കാലാവസ്ഥയുടെ ഒരു വ്യതിയാനം തന്നെ ആയിരിക്കാം ഒരു പക്ഷേ. ഇന്നലെ അദ്ദേഹം ഒരു വിദഗ്ധൻ പറഞ്ഞതെന്ന്, ഒരിക്കലും ചൂട് കൊണ്ട് ഇത് പൊട്ടത്തില്ല, ഇത് പൊട്ടാസ്യം ക്ലോറേറ്റ് പോലുള്ള വസ്തുക്കൾ ഇതിൽ വന്നാൽ മാത്രമേ ഇത്തരം ഉണ്ടാവത്തുള്ളൂ, വില കുറയ്ക്കാനും മറ്റുമൊക്കെ വേണ്ടി അങ്ങനെ ഉണ്ടായിരുന്നിരിക്കാം എന്നാണ് അദ്ദേഹം പറയുന്നത്. ഒരിക്കലും ചൂട് കാരണം ഇത് പൊട്ടത്തില്ല എന്നാണ് അദ്ദേഹത്തിന്റെ വിലയിരുത്തൽ. അതോടൊപ്പം തന്നെ ഈ ഇത്തരം മേഖലകളിലേക്ക് വേറെ ആരെങ്കിലും വരുന്നുണ്ടോ, അവരെന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്നൊക്കെ നമുക്കറിയില്ലല്ലോ, നമുക്ക് ചിന്തിക്കേണ്ട. അപ്പൊ ഇത്തരം ഒരു സ്ഥലത്ത് സത്യം പറഞ്ഞാൽ ഇതിന്റെ പുറത്ത് നിരീക്ഷണങ്ങളൊക്കെ ശക്തമാക്കണം. ആര് വരുന്നു, എങ്ങനെ വരുന്നു, എപ്പോൾ പോകുന്നു, അത്തരം കാര്യങ്ങളൊന്നും ഇല്ലാതെയാണ് ഇത്രയും വലിയൊരു പക്ഷേ നമ്മളിപ്പോൾ പറഞ്ഞാൽ ഇറാനിൽ അമേരിക്കയൊക്കെ ഉപയോഗിക്കുന്നതിനേക്കാൾ മാരകമായ സ്ഫോടക വസ്തു അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതിന്റെ ഒരു അത്ര ഭീകരമാണല്ലോ. ഇപ്പം പുറ്റിങ്ങൽ ദുരന്തം ഉണ്ടായത് കെട്ടിടം തകർന്നിട്ടാണ് ദുരന്തത്തിന്റെ വ്യാപ്തി വർദ്ധിച്ചത്. ശരിക്കും അത് വെടിമരുന്ന് സൂക്ഷിച്ചിരുന്ന കെട്ടിടത്തിനകത്ത് സ്ഫോടനം ഉണ്ടായി. ആ കെട്ടിടത്തെ ചിഹ്നഭിന്നമാക്കത്തക്ക അത്ര പവർഫുൾ ആയിട്ടുള്ള പുറ്റിങ്ങൽ എന്ന് പറയുന്ന വെടിക്കെട്ട് അപകടത്തിൻ്റെതിനേക്കാൾ എത്രയോ മടങ്ങ് കൂടുതൽ വെടിമരുന്നുകൾ ഇവിടെ ഉണ്ടായിരുന്നിരിക്കുമെന്ന് അറിയാമോ? അതെ, അത് അല്ല, പുറ്റിങ്ങൽ ഇത് തീവ്രത വർദ്ധിപ്പിച്ചത് ഈ കെട്ടിടം പൊട്ടിത്തെറിക്കുക. അവിടെ ഉത്സവത്തിനെത്തിയ ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. അതാണ് ആ 100 പേരുടെ മരണം എന്ന് പറയുന്നത്. അത്രത്തോളം പോയത്. ഇപ്പൊ ഈ പറയുന്ന നമ്മൾ ഈ ചൂട് കൂടി ഉണ്ടായ ഒരു തിയറി നമുക്കാണെങ്കിൽ അത് വിശ്വസിക്കാവുന്നതാണ്. കാരണം എന്താ പറയുക, പണ്ടൊക്കെ നമ്മളൊക്കെ ഈ കുട്ടികളായിരിക്കും സമയത്ത് ഈ ലെൻസ് വെച്ചിട്ട് ഈ പേപ്പർ കത്തിക്കുന്ന അറിയാമല്ലോ, ഈ പേപ്പർ ഔട്ട് വെച്ചിട്ട് ഈ ലെൻസ് ഒരു പ്രത്യേക ഇത് ചെയ്തിട്ട് ഒരു പ്രതലത്തിലേക്ക്, ഒരേ സ്പോട്ടിലേക്ക് ഒരു 2 മിനിറ്റ് അത് പിടിച്ചു കഴിഞ്ഞാൽ പേപ്പർ കത്തും. അപ്പൊ ഇതേപോലെ ഏതെങ്കിലും രീതിയിലുള്ള ഈ സൂര്യരശ്മികൾ ഒരേ ഭാഗത്ത് ഫോക്കസ് ചെയ്ത് ആ ഭാഗം കത്തി പോകാഴിയില്ല. അത് നമുക്ക് സ്വാഭാവികമായിട്ടും അത് ഇത് ചെയ്യാവുന്നതാണ്. പക്ഷേ ഈ പറയുന്ന ഈ വെടിമരുന്ന് അല്ലെ വെടിക്കോപ്പ് തയ്യാറാക്കുന്ന സമയത്ത് ഈ ശരിക്കും ഒരു അതിർവരമ്പ് വേണം. നമ്മളിപ്പം എല്ലാ വേനൽക്കാലത്തും നമ്മൾ ഈ വനമേഖല ചെന്നാൽ കാണും ഫയർ ലൈൻ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഈ ഫയർ ലൈൻ ഇല്ലായിരുന്നെങ്കിൽ നമ്മുടെ കാടുകളൊന്നും ഇപ്പോഴും ഇല്ല, ആമസോൺ കാട് പോലെ കത്തിക്കൊണ്ട് തന്നാണ്. അതെന്ന് വെച്ചാൽ ഒരു അതിർവരമ്പ് നിശ്ചയിച്ചിരിക്കണം. ആ അതിർവരമ്പിന് അപ്പുറത്തേക്ക് തീ പടരില്ല. കാരണം അത് ഇത്ര അകലത്തിൽ അത്രയും ഭാഗം ക്ലീൻ ആക്കും, പച്ചപ്പില്ലാതാക്കും, അല്ലെങ്കിൽ ഉണങ്ങിയ പുല്ലും ഇല്ലാതാക്കും, വെറും മണ്ണ് മാത്രമാകും. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഈ തീപിടുത്തം. അതുപോലെ അത് മാത്രമല്ല, എത്ര ദുരന്തങ്ങളായി നമ്മുടെ പണ്ട് പെരുവിരുത്തി മലതട പോരുവഴി, അതായത് ദുര്യോധന ക്ഷേത്രം, അവിടെയാണ്
അത് എനിക്ക് ഒരു 91 കാലഘട്ടം, 92 കാലഘട്ടത്തിലാണെന്ന് തോന്നുന്നു. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ നമ്മളൊക്കെ ചെറിയ കുട്ടികളായിരിക്കും. മാവേലിക്കരയുള്ളവരല്ലേ അതില്? അത് എല്ലാ നാട്ടിൽ നിന്നും ആൾക്കാർ വരും. കാരണം ഈ പോരുവഴി എന്ന് പറയുന്നത് ശരിക്കും ഒരു ബോർഡർ ടെമ്പിളാണ്. അതായത് കൊല്ലം മാത്രമല്ല, ആലപ്പുഴ, അതുപോലെ പത്തനംതിട്ട ജില്ലകളിൽ നിന്ന് ഞങ്ങളുടെ നാട്ടിൽ നിന്നൊക്കെ ഒരുപാട് പേര് അന്ന് പോയതാണ്. എന്നിട്ട് നമ്മുടെ അവിടെ നിന്ന് ബസ് പിടിച്ച ആൾക്കാർ പോയത്. ഈ ദുരന്തം അന്ന്, ഈ വെടിക്കെട്ട് ദുരന്തം ഉണ്ടായ സമയത്ത് നമ്മുടെ നാട്ടിൽ നിന്ന് പോയവരെ കാണാതെ പോയി എന്ന് പറഞ്ഞൊരു വലിയ പ്രശ്നം. പക്ഷെ പിന്നീട് അവരെ കിട്ടി, അവരെ അടുത്തുള്ള തെങ്ങ് നോക്കി കിടന്ന് ഉറങ്ങായിരുന്നു. പക്ഷേ അതീ പറഞ്ഞ 10-30 പേര് മരിച്ച ഒരു ദുരന്തം. അതാ എൻ്റെ ഓർമ്മയിൽ, നമ്മുടെ അറിവിൽ ഏറ്റവും ഭീകരമായിട്ട് ആദ്യമായിട്ട് വരുന്ന ഒരു വെടിക്കെട്ട് ദുരന്തം ഈ പോരുവഴി അമ്പലത്തിൽ. അതിനുശേഷം പിന്നെ നമ്മൾ കണ്ടിട്ടുള്ള ഒരു ദുരന്തം ശബരിമലയിലെ രണ്ട് സ്റ്റാമ്പേഡ് ഉണ്ടായിരുന്നു. ഒന്ന് ഹിൽ ടോപ്പിലും ഒന്ന് പുല്ലുമേട്ടിലും. അതും അതിനപ്പുറം. അതുപോലെ തന്നെ നമ്മുടെ ഒരു ബോട്ട് ദുരന്തം തേക്കടി തടാകത്തിൽ. ഇതൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ് ഈ വാർത്തകളൊക്കെ. അപ്പോൾ അതിന് സമാനമായിട്ടാണ് ഈ ഏറ്റവും അവസാനം വരുന്ന ഈ പുറ്റിങ്ങൽ ദുരന്തം ഉണ്ടാകുന്നത്. ഈ പുറ്റിങ്ങൽ ദുരന്തം ഉണ്ടായി അന്ന് നമുക്ക് വന്ന ഒരു വലിയ ഒരു പ്രശ്നമുണ്ട്. അന്ന് നമുക്കെല്ലാം തോന്നിയതാണ് ഇനി വെടിക്കെട്ട് പാടില്ല. പക്ഷെ നമ്മുടെ ഓർമ്മകളിൽ നിന്ന് ഒരു സംഭവത്തിന് എത്ര നാളത്തെ ഇതുണ്ട്, ആ ഓർമ്മകൾ അപ്പോഴേ നമ്മളവിടെ ഉപേക്ഷിക്കുകയാണ്. ഏതാണ്ട് അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഇവിടെയും സംഭവിക്കുക. അപ്പൊ ഈ സാഹചര്യത്തിൽ ഒരു ചർച്ച മുന്നോട്ട് വരേണ്ടത് ശരിക്കും. അത് മാത്രമല്ല, ഇവിടെ എന്ന് പറഞ്ഞാല് യഥാർത്ഥത്തിൽ അനുമതി ഇല്ലാതെ ഇത് പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ഇത് അറിയാവുന്നതാണ്. തൃശ്ശൂർ പൂരം നടക്കുന്നു, ഇത് പരിശോധിക്കുകയും കണ്ടെത്തുകയും ചെയ്യേണ്ട ഉദ്യോഗസ്ഥർ തൃശ്ശൂർ ജില്ലയിലുണ്ട്. അവർക്കെതിരെ എല്ലാം കേസെടുക്കണം എന്നുള്ളതാണ്. അവരതിനകത്തൊരു ഭയം ഉണ്ടായിക്കാണും. അതിനകത്തും ഈ പറയുന്ന പഴയ രാഷ്ട്രീയം ഉണ്ടല്ലോ. ഇപ്പം പൂരം കലക്കി എന്ന് പറയുന്ന ഒരു വിഷയം ഉണ്ടായല്ലോ. പൂരം എന്ന് പറയുന്ന ഒരു സെൻസിറ്റീവാണ്, നമുക്കറിയാമല്ലോ. പ്രത്യേകിച്ച് തൃശ്ശൂർ ആനയും പൂരവും ഒരു വലിയ പ്രശ്നമാണ്. അവിടെ ഈ ആനപ്രേമി സംഘം ഏറ്റവും കൂടുതലുള്ള സ്ഥലം എന്ന് പറയുന്നത് തൃശ്ശൂരാണ്. അപ്പോൾ അവരെ നമുക്ക് അവരതിവൈകാരികമായിട്ട് പ്രതികരിക്കുന്നത്, അവരെ ഒന്ന് ഡീൽ ചെയ്തുകൊണ്ട് പോകുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ടതൊക്കെ തന്നെ ആവണം ഈ ഉദ്യോഗസ്ഥർക്ക് ഭയം വരുന്നത്. ഈ ഞങ്ങളായിട്ട് എന്തെങ്കിലും ചെയ്തിട്ട് പണ്ട് അങ്കിത് അശോകൻ അങ്ങനെ പറഞ്ഞു പറഞ്ഞാൽ അയാൾക്കെതിരെ ഇപ്പോഴും സോഷ്യൽ മീഡിയ അറ്റാക്ക്. അതെ, അങ്കിത് അശോക് ഒരു കണക്കിന് ആളുകളുടെ തിരക്ക് കുറയ്ക്കാനൊക്കെ വേണ്ടി ചെയ്ത നല്ല നടപടികളായിട്ട് നമുക്ക് വേണമെങ്കിൽ കരുതാം. അത്തരം നല്ല നടപടികളെ പോലും പ്രശ്നമാക്കി പൂരം ഉപേക്ഷിച്ചവർക്ക് ഇത്രയും പേര് മരിച്ചിട്ടും പൂരം നടത്തണം, ഞങ്ങൾ അന്നും തയ്യാറെടുപ്പ് നടത്തിയവരാണ്. അതെ, ഇതേ ജനങ്ങൾക്ക് വേണ്ടി തയ്യാറെടുപ്പ് നടത്തി എല്ലാം ഫുള്ള് തയ്യാറെടുത്ത് വെച്ചവരാണ്. നിർദാക്ഷിണ്യം പൂരം ഉപേക്ഷിക്കാൻ സർക്കാർ വളരെ ശക്തമായ ചർച്ചകൾ നടത്താൻ തുടങ്ങി. VS സുനിൽകുമാറിനെ പോലുള്ളവർ അത് ഇടപെട്ട് എങ്ങനെയെങ്കിലും, പക്ഷെ പിടിവാശിയായിരുന്നു. പക്ഷെ ഇപ്പം നടത്തിയേ പറ്റുള്ളൂ എന്ന പിടിവാശി. ഇപ്പം ഇതിന്റെ ഒരു പശ്ചാത്തലത്തിൽ ഇപ്പൊ ഉത്സവങ്ങളുടെ ഒരു സമയമാണ്. ഏതാണ്ട് ഈ ഉത്സവങ്ങൾ ഈ സമാപനത്തോടെ അടുക്കുകയാണ്. അടുത്ത മാസത്തോടെ, മെയ് മാസത്തോടു കൂടി ഉത്സവങ്ങൾ തീരും. അപ്പോൾ ഈ ഉത്സവങ്ങൾ തീരുമ്പോൾ ഇപ്പൊ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം വെടിക്കെട്ടുകൾ എല്ലാ ക്ഷേത്രങ്ങളിലും വേണോ എന്നുള്ള ഒരു ചർച്ച മാത്രമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ വെടിക്കെട്ടുകൾ വേണമെന്ന് ചോദിക്കുമ്പോൾ അടുത്തതായിട്ട് വരുന്ന ആന വേണോ എന്നുള്ളത് വരും. നമ്മൾ എവിടെയോ ഒക്കെ വായിച്ചു, നമ്മുടെ കേരളത്തിൽ തന്നെ യന്ത്ര ആനയെ കൊണ്ട് നടത്തുന്നുണ്ട്. കടകളിലൊക്കെ ഇപ്പൊ യന്ത്ര ആന വന്ന് നിൽപ്പുണ്ട്. തിടമ്പ് എഴുന്നള്ളിക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. അതൊരു കണക്കിന് നല്ലതാണ്. നമുക്ക് ഇപ്പൊ നമ്മൾ പറയാമല്ലോ, ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥയ്ക്ക് ഒരു മൃഗത്തിനും അത് സർവൈവ് ചെയ്യാൻ പറ്റും. അത് പ്രത്യേകിച്ചും ആനയെ പോലെയുള്ള ഈ വലിയ ജീവികൾക്ക് ചൂടെന്ന് പറയുന്നത് അവർക്ക് സഹിക്കാൻ പറ്റും. ഈ ചൂട് ഒഴിവാക്കാനും അവരുടെ ഇതിനൊക്കെ ആണെങ്കിൽ ഈ മണ്ണും എല്ലാം വാരി എറിഞ്ഞ് ഈ വെള്ളം കാണുന്നിടത്ത് അത് കിടക്കുന്നതൊക്കെ ചെയ്യുന്നത് അതുകൊണ്ടാണല്ലോ. ഇപ്പം സത്യത്തിൽ ഇവരെയൊക്കെ കൊണ്ട് ഈ ആറ്റിലങ്ങ് ഇട്ട് കഴിഞ്ഞാൽ അത്രയും ഉഷ്ണതരംഗ മുന്നറിയിപ്പ് എല്ലാ ജില്ലകളിലും. അത് ഏറ്റവും കൂടുതൽ കൊല്ലത്തും പാലക്കാട്, തൃശ്ശൂരും പാലക്കാട് 3 ജില്ലകളിലാണ് ഇന്നിപ്പോൾ ഉഷ്ണതരംഗ മുന്നറിയിപ്പ്. ഈ ഉഷ്ണതരംഗത്തെ അതിജീവിക്കാൻ പറ്റത്തില്ല, ആനകൾക്കൊന്നും പറ്റത്തില്ല. ഇത് കൂടുതൽ കുഴപ്പങ്ങളിലേക്ക് പോകും. നമുക്കറിയാം, നമ്മൾ മിക്കവാറും കാണുന്നതാണ് എവിടെയെങ്കിലും ഒരു. ഇത്തവണ അങ്ങനെയൊന്നും ഉണ്ടാവാതിരിക്കട്ടെ. പക്ഷെ ഒരു പിഴവ് ഈ തൃശ്ശൂർ പൂരത്തിൽ ഇനി ഉണ്ടായാൽ അത് പൂരത്തെ തന്നെ ബാധിക്കുന്ന തരത്തിലേക്ക് അത് ചർച്ചകൾ മാറും. അതുകൊണ്ട് തന്നെ ഈ പൂരം ഇവര് മരിച്ചു, ഇവരോടുള്ള ആദര സൂചകമായിട്ട് എല്ലാം കൊണ്ട് ചെയ്തിരുന്നെങ്കിൽ അതിന്റെ ഒരു അത് സമൂഹം ചർച്ച ചെയ്യപ്പെട്ടാണ്. അതാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന അതേ ഒരു കണ്ടിന്യൂവേഷൻ തുടങ്ങാം. ഈ പക്ഷിമൃഗാദികൾ ഈ ചൂട് എല്ലാം കൂടി അതിന്റെ ഫലമാണ് ഇപ്പോൾ ഉള്ള പാമ്പ് കടി മരണം. അപ്പം ഈ പാമ്പ് പോലെയുള്ള ശീതരക്ത ജീവികൾക്ക് ഇത്ര ചൂട് അതിജീവിക്കാൻ കഴിയില്ല. അവരപ്പം സുരക്ഷിതമായിട്ട് അല്പം തണുപ്പ് കിട്ടുന്ന സ്ഥലത്തേക്ക്. എന്തിനാ പറയുക, നമ്മളിപ്പോൾ ഒരു AC ഇട്ടിരുന്നാൽ പോലും നമുക്ക് നമ്മുടെ വീട്ടിൽ
സുഖമായിട്ടിരിക്കാൻ. ഇന്ന് ചിറയൻകീഴ ഒരു 8 വയസ്സുകാരെ മരിച്ചു. അതെന്ന് പറഞ്ഞാല് കാട് ചുറ്റും കാടാണ് ആ വീടിന്റെ. അതിന്റെ ഇടയിലൊരു വീടെന്ന് പറയാവുന്ന ഒരു സംവിധാനം. വീട്ടിന്റെ അകത്തേക്ക് വേണമെങ്കിൽ ഇഴഞ്ഞു കയറാനുള്ള ഇടകളുണ്ട്, കൃത്യമായ വാതിലുകളില്ല. അപ്പോൾ ഇത്തരം സ്ഥലങ്ങളിൽ ജീവിക്കും, നമ്മൾ പറയാം അതിദരിദ്രമുക്ത കേരളം എന്നാ പറയുന്നത്. ഇത്തരം സാഹചര്യത്തിൽ ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട്. അതായത് നല്ലൊരു കെട്ടുറപ്പില്ലാത്ത വീട്, അവരെയാണല്ലോ യഥാർത്ഥ അതിദരിദ്രർ എന്ന് പറയുന്നത്. എപ്പോഴും ഈ വീട്ടിൽ തന്നെ, ഈ കെട്ടുറപ്പില്ലാത്ത വീട്ടിൽ തന്നെ അച്ഛനും അമ്മയും 2 മക്കളും, അച്ഛൻ്റെ അമ്മയും പിന്നെ സഹോദരിയുണ്ട്, 6 പേരാണ് ആ ഒരു വീട്ടിൽ കഴിയുന്നത്. അപ്പം ഇത്തരം വീടുകളിൽ കഴിയുന്ന ഇനിയും ആളുകളുണ്ട്. അവരെല്ലാം മുൻകരുതൽ എടുക്കേണ്ടതാണ്. അവരെ വീടുകളിൽ ഈ രാത്രി കിടന്നുറങ്ങുന്നതിന് മുമ്പ് മറ്റ് ഇഴജന്തുക്കളൊന്നും വരുന്നില്ല, കയറി വരുന്നില്ല, അല്ലെങ്കിൽ വീട് മുഴുക്ക പരിശോധിച്ച് അത്ര സാധനങ്ങളൊന്നും അതിൻ്റെ അകത്ത് ഇല്ല എന്ന് ഉറപ്പാക്കുന്ന ഒരു മുൻകരുതൽ കേരളത്തിലെ മുഴുവൻ ആളുകളും എടുക്കേണ്ടതാണ്. അല്ല, ഇതിപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, ഇത് പരിമിതമായ ജീവിത സാഹചര്യമാണ്. പക്ഷെ തൃശ്ശൂർ മരിച്ച ആ കുട്ടിയുടെ വീട് അത്യാവശ്യം നല്ല അടച്ചുറപ്പുള്ള വീടാണ്. ആ വീട്ടിലാണ് പിന്നെ നിലത്തോട്ട് കിടന്നുകൊണ്ട് മാത്രമാണ് ആ പാമ്പ് കടിയേറ്റ് വെച്ചത്. അതും പാമ്പും തണുപ്പ് തേടി വരുന്നു, നമ്മളും തണുപ്പ് തേടി. ഈ പാമ്പ് എന്ന് പറഞ്ഞാൽ ആ കൊച്ചിന്റെ വീട്ടിൽ നിന്ന് തന്നെ 3 പാമ്പ് വരെ കിട്ടി. അപ്പം പാമ്പ് ഒരു നേരത്തെ കയറി മുട്ടയിടാനോ എന്തോ ഇവരറിയാത്ത എന്തോ ഒരു സംഭവം ആ വീട്ടിന്റെ അകത്ത്. ഇന്നലെയും വീട്ടിന്റെ അകത്ത് നിന്ന് ഒരു പാമ്പ് കിട്ടി. അപ്പൊ ആ വീട്ടിന്റെ അകത്തേക്ക് ഈ പാമ്പ് ചെറിയ പാമ്പ് കുഞ്ഞുങ്ങളെ കിട്ടിയെന്ന് പറയുന്നത്. അപ്പം പാമ്പുകള് എങ്ങനെയോ ഇതിന്റെ അകത്ത് നേരത്തെ തന്നെ കയറി. ഇനിയും കാണാം, ആ വീട് നന്നായിട്ട് പരിശോധിക്കേണ്ടതാണ് എല്ലാവരും. അതല്ലേ ഞാൻ പറഞ്ഞ, ഈ ശീതരക്ത ഉള്ള പാമ്പുകൾ അത് തണുപ്പ് തേടിയാണ് ഈ തണുത്ത പ്രദേശങ്ങളിൽ. ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ബാത്റൂമുകളാണ്. നമ്മൾ പുറത്തുള്ള ബാത്റൂമുകൾ, ഈ ബാത്റൂമുകൾക്ക് എപ്പോഴും ഒരു തണുപ്പ് കാണുമല്ലോ, അതിന്റെ ചുറ്റിനും ഒരു നനവുണ്ട്. ആ ഭാഗത്തേക്ക് വരും. ഈ ബാത്റൂമിന്റെ നനവ് വരുമ്പോൾ പുറത്തേക്ക് തള്ളിയിരിക്കുന്ന പൈപ്പുകളുണ്ട് വെള്ളം പോകുന്നതിന് വേണ്ടി, അതിനുള്ളിൽ കൂടി ഇത് അകത്തേക്ക് കയറി വരാം. അപ്പം പക്ഷെ ഈ ഇന്നത്തെ കുട്ടിയുടെ മരണത്തിനകത്ത് ആശുപത്രി അധികൃതർക്കെതിരെ ചിറയൻകീഴ് താലൂക്ക് ആശുപത്രിയിൽ കൊണ്ടുവന്നു. ഇന്ന് കഴിഞ്ഞ തവണയാണെങ്കിൽ ആ കൊച്ചിന് പാമ്പ് കടി ഏറ്റിട്ട് പറഞ്ഞിട്ട് അവർക്ക് മനസ്സിലായില്ല, അവർ വേറെ എന്തെങ്കിലും ആയിരിക്കുമെന്നോ ഭക്ഷ്യ വിഷബാധ എന്നൊക്കെ പറഞ്ഞ് സംശയിച്ചു. പക്ഷേ ചിറയൻകീഴിലെ കാര്യം അങ്ങനെയല്ല, അവരപ്പം തന്നെ ചിറയൻകീഴ് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു. പക്ഷെ അവിടെ വന്നിട്ട് അവർ പരിഹസിക്കുകയായിരുന്നു. കൊച്ചിന് കഫത്തിന്റെ പ്രശ്നമാണെന്നും ആ കുട്ടിയുടെ അച്ഛൻ തന്നെ പറഞ്ഞാണ്. ഈ കുട്ടി മരിച്ച സാഹചര്യത്തിൽ എന്തായാലും അച്ഛൻ കള്ളം പറയില്ല. കഫത്തിന്റെ പ്രശ്നമാണെന്നും കഫം കാരണമാണ് ഈ കുട്ടി സംസാരിക്കാത്തതെന്നും തൊണ്ടയിൽ വിരലിട്ട് കഫം എടുത്ത് കളഞ്ഞാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ എന്നും ഒക്കെ പറഞ്ഞിട്ട് അതിനെ അവർ ലഘൂകരിക്കുകയാണ് ചെയ്തത്. ഇത് തന്നെയാണ് പണ്ട് വിളപ്പിൽശാലയിൽ മറ്റേ ആശുപത്രിയിൽ രോഗിയെ കൊണ്ടുവന്നപ്പോൾ പൂട്ടിയിട്ട് അവര് ബെല്ലടിച്ച് മടുത്തിട്ട് അവസാനം ശ്വാസം കിട്ടാതെ മരിച്ചൊരു സംഭവം. അങ്ങനെയുള്ള സംഭവം നമ്മളെ മുന്നിലുണ്ട്. അപ്പം രോഗി പറയുന്നത് വിശ്വസിക്കുക എന്നുള്ളതാണ്. എന്നെ കടിച്ചു എന്ന് പറഞ്ഞാൽ അവിടെ ഉള്ള ഒരു രോഗി വിശ്വസിക്കുകയും, പ്രത്യേകിച്ച് ഈ സാഹചര്യങ്ങളൊക്കെ എല്ലാ ഡോക്ടർമാരും എല്ലാ നഴ്സുമാരും മനസ്സിലാക്കണം. രാത്രിയിലൊക്കെ ഇങ്ങനെ ഒരു കേസ് വന്നാൽ ഞാൻ ഇങ്ങനൊരു ആന്റി വെനം കൊടുത്തിരുന്നെങ്കിൽ ഒരു പക്ഷേ ആ കൊച്ച് രക്ഷപ്പെട്ടേനെ. അപ്പം കൃത്യസമയത്ത് തന്നെ ചിറയൻകീഴ് ആശുപത്രിയിൽ എത്തിച്ചതാണ്. പക്ഷെ എന്നിട്ടും ചിറയൻകീഴ് നമുക്കറിയാം 1 മണിക്കൂറെങ്കിലും ആവും, ഒരു അരമണിക്കൂറെങ്കിലും ആവും മെഡിക്കൽ കോളേജിലേക്ക് പിന്നീടുള്ള യാത്ര. അപ്പൊ അവിടെ എത്തുന്ന സമയത്ത് ഈ കുട്ടിക്ക് ബോധമുണ്ട്, സംസാരിക്കുന്നുണ്ട്. അപ്പൊ ഒരു ആന്റിവെനം കൊടുത്തിരുന്നെങ്കിൽ, നമ്മളിപ്പോ പറയണത് വാവാ സുരേഷിനെ കഠിന വിഷമുള്ള പാമ്പ് കടിച്ചിട്ട് നമ്മൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലിട്ട് രക്ഷിച്ചെടുത്താണ്. അപ്പൊ അത്തരം സംവിധാനങ്ങൾ നമുക്കുണ്ട്. അത് ഏതൊരു കുട്ടി വന്നാലും അത് എവിടെയായാലും അതിനെ കൊടുക്കുക എന്നുള്ളതാണ്. അത് മാത്രമല്ല, ഈ കുട്ടിയുടെ വീട്ടുകാരോട് ഇവര് മോശമായി പെരുമാറി. മൂർഖൻ പാമ്പാണ് കടിച്ചത്. അപ്പം മറ്റേ വെള്ളിക്കെട്ടനായിരുന്നു തൃശ്ശൂരെ കുട്ടിയെ കടിച്ച്. അതിന് ഈ കടിയുടെ ലക്ഷണങ്ങൾ കാണത്തില്ല എന്നാണ് പറയുന്നത്. പക്ഷെ അതിന്റെ വിഷമാണ് മൂർഖനേക്കാൾ മാരകമാണ് അതിന്റെ വിഷം. അതും കുട്ടിയാണെങ്കിൽ കുഞ്ഞു പാമ്പുകളുടെ വിഷത്തിന് ഭയങ്കര വീര്യമാണെന്ന് പറയുന്നത്. മുതിർന്ന വലിയ പാമ്പുകളുണ്ടല്ലോ, ഈ വലിയ പാമ്പ് കടിക്കുന്നതിനേക്കാൾ, വെള്ളിക്കെട്ട ഇനത്തിൽ തന്നെ വലിയ പാമ്പ് കടിക്കുന്നതിനേക്കാൾ വിഷത്തിന് വീര്യം കൂടുതൽ ചെറിയ പാമ്പുകളുടെ കടിക്കാണ്. അപ്പോൾ അത് അന്ന് ശരീരത്തെ പ്രത്യേകിച്ച് ലക്ഷണങ്ങൾ കാണാഞ്ഞുകൊണ്ട് മാത്രമാണ് ആ കുട്ടി മരിച്ചത്. ഇവിടെ ഈ കുട്ടിയെ കടിച്ചതായിട്ട് അത് പറയുന്നുണ്ട്. സ്വാഭാവികമായിട്ട് എന്തോ ഇഴജന്തുവാണ് കടിച്ചതെന്ന് നമ്മൾ മുഖവിലേക്ക് എടുക്കണം. അതെ, അത് ഇപ്പോഴത്തെ ഒരു രീതിക്ക് പറഞ്ഞാൽ ഇത് നമ്മൾ കൂടുതൽ ഇതിന് പോകാനേ നിൽക്കുന്നത്. എനിക്ക് ബ്ലഡ് എടുത്ത് പരിശോധിച്ചാൽ അറിയാൻ പറ്റുമല്ലോ ഇത് പറയാൻ പറ്റും, വിഷം കലർന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിയാൻ പറ്റും. പക്ഷെ ഇതാ ഗോൾഡൻ അവേഴ്സിൽ തന്നെ ആശുപത്രി അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഒരു പ്രശ്നം ഉണ്ടായി. അതേപോലെ മാന്യമായി പെരുമാറുക എന്നുള്ളതാണ് രോഗിയോടും രോഗിയുടെ കൂട്ടിരിപ്പുകാരോടും. ഇത് ഇവര് മൂങ്ങ ആണോ കടിച്ചതെന്നൊക്കെ ചോദിക്കുമ്പം
ഇത് ഈ കുട്ടിയുടെ അച്ഛൻ തിരിച്ചു പറഞ്ഞിരുന്നെങ്കിൽ അപ്പം ആശുപത്രി സംരക്ഷണ നിയമപ്രകാരം കേസെടുത്ത് ആ പുള്ളിയെ അതും ചെയ്യും. ശരിയാണ്, ജയിലിൽ ഇടുകയാണ്. അതുകൊണ്ട് ഇപ്പം ഒരു ഡോക്ടറെ അടുത്തോ നേഴ്സിനോടോ ഒന്നും നമുക്ക് നമ്മുടെ പ്രശ്നം ശബ്ദം ഉയർത്തി പോലും പറയാൻ പറ്റാത്ത ഒരു സാഹചര്യം കേരളത്തിലെ ആശുപത്രികളിലുണ്ട്. അത് മനസ്സിലാക്കി ഈ ഡോക്ടർമാരും നഴ്സുമാരും ഒക്കെ ഒരു കരുതൽ എടുത്തില്ലെങ്കിൽ, അതായത് സ്വകാര്യ ആശുപത്രികൾക്ക് വേണ്ടി ഉണ്ടാക്കിയ ഒരു നിയമമാണ്. പക്ഷെ അത് സർക്കാർ ആശുപത്രികളെ ഉപരി. കാരണം പക്ഷേ സർക്കാർ ആശുപത്രികളിലെ സംഘടനാ സംവിധാനം ഉണ്ടല്ലോ, ഈ സംഘടനയുടെ കരുത്തുണ്ടല്ലോ, അത് കാരണം ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലൊന്നും ഇപ്പൊ ആർക്കും പോയിട്ട് ആരടുത്ത് ഉച്ചത്തിൽ ചോദിച്ചാലും അപ്പൊ തന്നെ അവർ പോലീസിനെ വിളിച്ചു വരുത്തി അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും. ഉടനെ റിമാൻഡ്. ഇതിന് ജാമ്യമില്ല അതെ, വകുപ്പ്. അതുകൊണ്ട് എല്ലാരും ഇപ്പം അവരെ അസുഖം ഓക്കെ ഡോക്ടർ പറയുന്ന കേൾക്കുക എന്നുള്ളതാണ്. നമുക്ക് തിരിച്ചൊന്നും പറയാൻ പറ്റത്തില്ല. എന്തായാലും ആ കുട്ടിയുടെ അന്ത്യം എന്ന് പറയുന്നത് വളരെ വേദനാജനകമാണ്. അതിലൊക്കെ നമ്മളെ ഉത്കണ്ഠപ്പെടുത്തുന്ന ഒരു കാര്യം, ഇതിന്റെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. ഇപ്പം കഴിഞ്ഞ ദിവസം ഒരു അമ്മ മരിച്ചു, കിണറിന്റെ അടുത്തായിരുന്നു. അവിടെ ഈ തണുപ്പ് ഇതിനകത്ത് വരുന്നത് ഏറെ ഈ മാരക വിഷമുള്ള പാമ്പുകളാണെന്നുള്ളതാണ്. ഇപ്പൊ ഈ സാധാരണ വീട്ടിനകത്ത് കാണുന്ന പാമ്പാണ് ഈ ചുവർ പാമ്പെന്ന് പറയും. അത് വിഷമില്ലാത്ത ടൈപ്പാണ്, നോൺ വെനമസ് ആണ് ആ സാധനം. പക്ഷെ നമ്മുടെ വീടുകളിലൊക്കെ ഇപ്പൊ കേറി വന്നുകൊണ്ടിരിക്കുന്ന പാമ്പുകൾ എന്ന് പറയുന്നത് അണലിയും മൂർഖനും ഈ വെള്ളിക്കട്ട, ഏറ്റവും വില ക്രേറ്റ് എന്ന് പറയുന്ന ഇതാണ്. ശംഖുവരൻ വെള്ളിക്കട്ടൻ എന്നൊക്കെ പറയും. ഇതാണ് ഏറ്റവും മാരക വിഷം, മൂർഖനേക്കായി മാരക വിഷമുള്ള സംഭവം ഇതാണെന്നാണ് പാമ്പിനെ പറ്റി പഠിക്കുന്ന ആൾക്കാർ. എന്തായാലും വലിയൊരു കരുതൽ, പ്രത്യേകിച്ച് പാമ്പ് വരാൻ സാധ്യതയുള്ള ഗ്രാമങ്ങളിലുള്ളവരൊക്കെ എടുക്കുന്നത് നല്ലതായിരിക്കും. അതിന് ഇഞ്ചിയും വെളുത്തുള്ളി അടിക്കുകയോ മണ്ണെണ്ണ ഒഴിക്കുകയോ അല്ല അതിന് ചെയ്യേണ്ടത്. അതിന് ആദ്യമായിട്ട് ചെയ്യേണ്ടത് നമ്മുടെ വീടിന്റെ ചുറ്റുപാടും വൃത്തിയാക്കി ഇടുക എന്നുള്ളത്. നമ്മളിപ്പം വീടിന് വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ ടോർച്ചുമായിട്ട് ഇറങ്ങുക. ഈ കാണുന്ന ഭാഗത്തെങ്കിലും കൂടുതലും നമ്മുടെ ഈ വീടിന്റെ ഈ ഭിത്തിയോട് ചേർന്നായിരിക്കും ഇത്. പലപ്പോഴും പാമ്പ് അതിന് ഒരു ഭയപ്പാടുണ്ടാകുമ്പോൾ മാത്രം കടിക്കുന്ന ഒരു ജീവിയാണ്. അപ്പൊ ടോർച്ച് ഉണ്ടെങ്കിൽ നമുക്ക് ഇത് കണ്ടുപിടിച്ചു പോകാം. പിന്നെ നമ്മളുടെ ഇടയിൽ ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട്. ഈ ടൈലിട്ട മുറിയിൽ പാമ്പ് കയറില്ല. ഞാനും അങ്ങനെ വിശ്വസിച്ചിരുന്ന ഒരാളാണ്. അത് ഇങ്ങനെ എഴയാൻ പറ്റൂല എന്നുള്ള അതിന് എഴഞ്ഞു പോകാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടെന്നേ ഉള്ളൂ. അപ്പം ഈ കഴിഞ്ഞ ഇടയ്ക്കാണ് ഈ പാമ്പുകളെ കുറിച്ച് പഠിക്കുന്ന ഒരു വിദഗ്ധനായ ആള് ഒരു ഇന്റർവ്യൂ കൊടുക്കുന്നതായുണ്ട്. അതിനകത്ത് അദ്ദേഹം പറയുന്നുണ്ട്, ഇത്തരം ഈ ടൈലിട്ട മുറിയിൽ പാമ്പുകൾ ഒരിക്കലും ഈ മുറിയുടെ മധ്യത്തിലൂടെ പോകാൻ ശ്രമിക്കും, സൈഡിൽ കൂടെ പോകും. ഇതിന് സൈഡിൽ കൂടെ സ്മൂത്ത് ആയിട്ട് പോകാം. ഒന്നുകിൽ ഈ ടൈലിന്റെ ഈ മൂലയ്ക്കൂടെ ഇങ്ങനെ കയറി പോകാൻ പറ്റും, അല്ലെങ്കിൽ ഈ ടൈല് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിന് മേളിൽ കൂടി ഇതിന് എഴഞ്ഞു പോകാൻ പറ്റുന്നേ ഉള്ളൂ. ഈ സൈഡിലോട്ട് ഇങ്ങനെ പൊക്കി വെച്ചിരിക്കുന്നിടത്തുള്ള അതിന് എഴഞ്ഞു. അതുകൊണ്ട് അത് സ്മൂത്തായിട്ട് ആ മുറിക്കകം മൊത്തം അനുഭവം. ഈ നടുക്കോട്ടിറങ്ങുമ്പോൾ മാത്രമാണ് അതിൻ്റെ ആ ശൽക്കങ്ങൾ പിടിക്കാതെ ഇത് തെന്നി പോകുന്നത് എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരിക്കലും വിചാരിക്കരുത് നമ്മുടെ വീട്ടിൽ പാമ്പ് കയറത്തില്ല എന്നുള്ളത്. പിന്നെ ഈ നമ്മളെ എല്ലാം ബാധിക്കുന്ന ഒരു സാധനമുണ്ട്. നമ്മൾ ആരും അറിയാതെ നിശബ്ദമായ കൊലയാളിയാണ് ഈ കേബിൾ. ഈ കേബിളുകളിലൂടെ വരും. കാരണം മരത്തിൽ കയറുന്ന പാമ്പുണ്ട്, മരത്തിൽ മൂർഖനെപ്പോലുള്ള പാമ്പുകളൊക്കെ മരത്തിൽ കയറുന്നു. ഇത് ഈ കേബിൾ കൂടി നമ്മുടെ വീട്ടിലേക്ക് ഇറങ്ങി വരും. അത് നമ്മൾ അറിയത്തില്ല, അതുവഴി കയറി വരാം. പിന്നെ നമ്മുടെ ഈ സിറ്റ് ഔട്ടുകളിലൊന്നും നമ്മൾ ശ്രദ്ധിക്കത്തില്ല, അവിടോട്ട് മരങ്ങളും വാഴയൊക്കെ പടർന്നു നിൽക്കും. ഇത് നേരെ വന്ന് ഇതിനകത്തൂടെ കയറും. അത് നമ്മുടെ കിട്ടുന്ന വിടവിൽ കൂടെ അതിന് ഉള്ളിലേക്ക് വരും. നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? നമ്മൾ ഇത് അറിയത്തു പോലുമില്ല, രാത്രിയിലൊക്കെ വന്ന് കയറി അറിയാം. കരുതലെടുക്കുക എന്നുള്ളതാണ്. അത് ഈ ചുറ്റുപാടുള്ള ഭാഗങ്ങൾ വൃത്തിയാക്കി ഇടുക എന്നുള്ളത്. ഒന്നുമില്ല, ഇതിനെ കണ്ടെത്താനെങ്കിലും ഒന്നും കഴിയില്ല നമ്മൾ പകലാണെങ്കിൽ. അതായത് അതിലും ഉപരി നമ്മളെ ആശുപത്രിയിലേക്ക് എത്തുമ്പോഴേ, പ്രത്യേകിച്ച് രാത്രിയൊക്കെ എത്തുന്ന ഏത് രോഗികളായാലും അവരോട് കുറച്ച് കരുണ കാണിക്കുക എന്നുള്ളതാണ്. ആശുപത്രി അധികൃതർ അതാണ് ചെയ്യേണ്ടത്. നമുക്ക് ട്രംപ് ഹോർമോസിൽ പിടിവാശി തുടരുകയാണ് അല്ലേ? പിടിവാശി ഇല്ല, അദ്ദേഹം അനിശ്ചിതമായ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതൊക്കെയുണ്ട്. ഇറാൻ വരുന്നവരെ വെടിനിർത്തൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇറാന്റെ തുറമുഖങ്ങളിലേക്ക് കപ്പലുകളെ കടത്തിവിടുന്നില്ല. അപ്പൊ ഇറാന്റെ വരുമാനത്തെ ബാധിക്കുന്നു. അതിന് പ്രതികാരമായി ഇറാൻ മറ്റ് കപ്പലുകളെ, അതായത് സൗദിയിൽ നിന്നും ഒമാനിൽ നിന്നും ഒക്കെ വരുന്ന കപ്പലുകളെ അവർ തടഞ്ഞു നിർത്തുന്നു. ഇന്നലെ 3 കപ്പലുകളെ പിടിച്ചെടുത്തു. അതില് ഒരെണ്ണം ഇന്ത്യയിലേക്ക് വന്നതായിരുന്നു. ഇന്ത്യയുടെ കപ്പലല്ല, ചില മാധ്യമങ്ങൾ അങ്ങനെ റിപ്പോർട്ട് ചെയ്തു. ഇന്ത്യയുടെ കപ്പലല്ല, ലൈബീരിയൻ കൊടി ഉണ്ടായിരുന്ന കപ്പലെന്നാണ് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ. ലൈബീരിയൻ കൊടി, പനാമയുടെ കൊടിയുള്ളതായിരുന്നു 2 കപ്പൽ. ശ്രീലങ്കയിൽ പോയതാണ്, അതിന് വെടിവെച്ചു. പക്ഷെ ഇത്തരം കപ്പലുകളെയൊക്കെ തടയുമ്പോൾ ഇന്ത്യയിലേക്കുള്ള എണ്ണ വരവ് ബാക്കി കപ്പലുകൾ വരാൻ മടിക്കും. അങ്ങനെ ഒരു വല്ലാത്ത സാഹചര്യം പശ്ചിമേഷ്യയില്. വില കൂടുന്ന ഒരു പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഇവിടെ 25 രൂപ വരെ പെട്രോളിന് കൂടുമെന്നൊക്കെ ഉള്ള ഒരു കാര്യം. നമ്മളവിടെ വില കൂടാത്തതെന്ന് പറഞ്ഞാൽ നമ്മളവിടെ ഇപ്പൊ തന്നെ വില കൂട്ടിയാണ് ഇത് വിൽക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് വില കൂടുതൽ. ബാക്കി രാജ്യങ്ങളിലെല്ലാം അന്താരാഷ്ട്ര വിപണിയോട് ചേർന്ന് നിൽക്കുന്ന വിലയ്ക്കാണ്
ഈ പെട്രോളും ഡീസലും കൊടുത്തു. ബാരലിന് $60 ആയിരുന്നു. അല്ല, ഇപ്പൊ തന്നെ നമ്മളെ ഡ്യൂട്ടി എക്സൈസ് നികുതി 10-12 രൂപ കേന്ദ്ര സർക്കാർ കുറച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ വില കമ്പനിക്ക് കൊടുത്തുകൊണ്ടാണ് നമുക്ക് വില വർധനവ് വരാത്തത്. അതെ, യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ 12 രൂപയോളം വില കൂടിക്കഴിഞ്ഞു. പക്ഷെ നികുതി സർക്കാർ ഇളവ് ചെയ്തു. കാര്യം എന്ന് പറഞ്ഞാൽ കൂടിയ നികുതിയാണല്ലോ നമ്മൾ നേരത്തെ ഏർപ്പെടുത്തിയിരുന്നത്. അപ്പൊ അതിന്റെ ഒരു ആനുകൂല്യം കാരണമാണ് നമ്മൾ ഈ വിലയിൽ തന്നെ പോകുന്നത്. പക്ഷെ പാചകവാതകം കിട്ടാതെ വന്നാൽ, പെട്രോൾ കിട്ടാതെ വന്നാൽ, ഡീസൽ കിട്ടാതെ വന്നാൽ നമ്മൾ പെട്ടുപോകും. പിന്നെ ഈ പാകിസ്ഥാനിലെയും ശ്രീലങ്കയിലെയും ഒക്കെ ഗതിയാവും, നേപ്പാളിലെയൊക്കെ അരക്ഷിതാവസ്ഥ ഉണ്ടാവും. പിന്നെ റേഷനിലേക്ക് പോകും. നമുക്ക് സഞ്ചാരവും നമ്മുടെ ഒന്നും നടക്കത്തില്ല, വിലക്കയറ്റം ഉണ്ടാവും, സാധനങ്ങൾ കിട്ടത്തില്ല. പ്രത്യേകിച്ച് കേരളം പോലും കോവിഡ് കാലത്തുള്ള വർക്ക് ഫ്രം ഹോം പോലെ ആയിരിക്കില്ല. ഇല്ല, അത് സാധനം ഇഷ്ടം പോലെ. ഇത് അങ്ങനെ വരില്ല. ഇതിപ്പോ ശരിക്കും അമേരിക്ക അവിടെ വെട്ടിലായി കിടക്കുന്നത് മൈൻസ് നീക്കാൻ പറ്റാതെ. മൈൻസ് 6 മാസം വേണ്ടി വരുമെന്നാണ്. മൈൻസ് നീക്കാൻ പോകുമ്പോൾ ഇറാന്റെ കയ്യിൽ ആയുധങ്ങൾ, മറ്റേ സ്ഫോടക വസ്തുക്കളുള്ള ആളില്ല ബോട്ടുകൾ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അതൊക്കെ പേടിച്ചിട്ടായിരിക്കും ഇവര് ഇങ്ങനെ നിൽക്കുന്നത്, കുറച്ചുകൂടെ ബുദ്ധിമുട്ടിക്കുന്നത്. അതുകൊണ്ട് പിന്നെ അത് മാത്രമല്ല, ഈ നയത്തിനകത്ത് ഇറാൻ ഭരണകൂടത്തിൽ ഒരു ഒത്തൊരുമയില്ല എന്നാണ് അമേരിക്ക പ്രചരിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് അവര് വെടിനിർത്തൽ തുടരാൻ അനുവദിച്ചതെന്നും അവര് ഒത്തൊരുമയോടെ വരട്ടെ എന്നുള്ള ഒരു സന്ദേശമാണ് കൊടുക്കുന്നത്. പക്ഷെ അത് ഇറാൻ നിഷേധിക്കുന്നും ഇല്ല. അവർക്കൊരു ഈ മുസ്തഫ ഖമേനിയുടെ പേരിലാണ് പ്രസാദങ്ങൾ വരുന്നത്. അയാള് കോമ സ്റ്റേജിലാണെന്നാണ് മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ഇപ്പൊ അദ്ദേഹം ഇവിടെ ഉണ്ടെന്നുള്ളത് ഒരു പ്രശ്നം കൂടി ഉണ്ട്. അല്ല, അദ്ദേഹം ഏതെങ്കിലും ചാനലിൽ പ്രത്യക്ഷപ്പെടുകയോ വാർത്താ സമ്മേളനത്തിൽ വരികയോ ഒന്നും ചെയ്യാത്ത ഒരാളാണ്. അങ്ങനെ ഒരു അനിശ്ചിതത്വം ഇറാനിലുണ്ട്. അതും അവർക്ക് ഒരു കണക്കിന് നല്ലതാണ്. അങ്ങനെ സ്ഥിരം നേരത്തെ വരാത്ത ഒരാളായതുകൊണ്ട് അദ്ദേഹം വരാൻ ഇപ്പോഴും ആഗ്രഹിക്കുന്നില്ല എന്ന് ഇവർക്ക് പറയാം. എന്ന് പറയാൻ പറ്റില്ല. പ്രത്യേകിച്ച് എന്താണ് പുള്ളിയുടെ ഒരു ആരോഗ്യനിലയിൽ ആശങ്ക ഇപ്പോഴും ശക്തമാണ്. ഈ റഷ്യയെ കൊണ്ടുപോയെന്നുണ്ടായിരുന്നു, പിന്നെ അങ്ങനെയല്ല അവിടെ തന്നെ ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ഈ റവല്യൂഷണറി ഗാർഡ് ഈ പ്രസിഡന്റും വ്യത്യസ്ത നിലപാടുകാരല്ലേ? അതെ, അതായത് എപ്പോഴും ഒരു രാജ്യത്ത് ഇത്ര അരക്ഷിതാവസ്ഥ വരുമ്പോൾ സൈന്യം പറയുന്നത് കേൾക്കേണ്ടി വരും. അല്ലെങ്കിൽ ഇന്ത്യയെ പോലെ അതിശക്തമായ ജനാധിപത്യമുള്ളൊരു രാജ്യമായിരിക്കണം, അല്ലെങ്കിൽ നേതാവ് വേണം. അല്ലാത്തവരിടത്തെല്ലാം ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവും. നേതാവ് ദുർബലനായിരിക്കുകയും, കാര്യം യുദ്ധം ചെയ്യണമല്ലോ. അല്ലെങ്കിൽ അവർ ഈ റവല്യൂഷണറി ഗാർഡ് പിന്മാറിയ അമേരിക്ക ഒന്ന് അടിച്ചിട്ട് പോവും. അപ്പോൾ അതുകൊണ്ട് അവർക്കൊരു മുൻകൈ കിട്ടും. ആ മുൻകൈയാണ് അവർ ഈ പട്ടാളക്കാരെന്ന് പറഞ്ഞാൽ എപ്പോഴും കുറച്ച് ഹാർഡ് സ്റ്റാൻഡ് ഉള്ളവരായിരിക്കുമല്ലോ. അതാണ് ഇത് നീണ്ടുപോകാനുള്ള മറ്റൊരു കാര്യമായി വിലയിരുത്താം. ഇതിനിടയ്ക്ക് അമേരിക്കയുടെ നാവികസേനാ മേധാവി പണി ഉപേക്ഷിച്ചെന്ന് പറയുന്നുണ്ട്. പണി ഉപേക്ഷിച്ചു. കാരണം അത് വേറെ ആരോണ്ടും ഇടയ്ക്ക് ഇട്ടിട്ട് പോയില്ലായിരുന്നോ? വേറൊരാളെ ഇട്ടിട്ട് പോയിരുന്നു. ഇതിപ്പം നാവികസേന പകരം ഒരാളെ നിയമിക്കുകയും ചെയ്തു. ഇദ്ദേഹം ഇപ്പം രാജിവെച്ച ആള് സൈന്യത്തിൽ നിന്നുള്ള ആളായിരുന്നില്ല, ട്രംപിന്റെ ഒരു വിശ്വസ്തനായിരുന്നു. പക്ഷെ ഇപ്പം സൈന്യത്തിൽ നിന്ന് പരിചയമുള്ള ഒരാളെ തന്നെയാണ് വെച്ചിരിക്കുന്നത്. അതെങ്ങനെ മാറുമെന്ന്. അപ്പൊ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഈ ട്രംപിന്റെ വിശ്വസനെ കൊണ്ട് വെച്ച് അയാൾക്ക് പണി അറിയത്തില്ല. അപ്പൊ അങ്ങനെ വരുമ്പോ ഈ പട്ടാളക്കാരടക്കം അസംതൃപ്തരായിരുന്നു. അവര് ഒരുപാട് പേര് അവർ മാനസികമായിട്ട് വളരെയധികം തകർന്നു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എന്തായാലും ഈ രീതി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കപ്പലുകൾ രണ്ടു കൂട്ടരും മാറി മാറി മത്സരിച്ച് ഉപരോധിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇന്ത്യ മാത്രമല്ല ആഗോളതലത്തിൽ ഇപ്പൊ തന്നെ പാകിസ്ഥാനൊക്കെ കൊടുമ്പട്ടിണിയില്ല. അമേരിക്കയൊക്കെ ആണെങ്കിൽ അവർക്ക് എണ്ണ ഉള്ളതുകൊണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല. അവര് വേറെ സ്ഥലത്തു നിന്നല്ല എണ്ണ കൊണ്ടുവരുന്നുണ്ട്. അവരെ അത് ബാധിക്കില്ല. അത് ബാധിക്കാൻ പോകുന്ന പക്ഷെ അങ്ങനെ വരുന്ന സമയത്ത് അമേരിക്കയുടെ കപ്പലുകളെ മറ്റു രാജ്യങ്ങളിലും ആക്രമിക്കാം. അങ്ങനെയും ചെയ്യാമല്ലോ. ഇപ്പം ചൈനയും റഷ്യയും ഒക്കെ ഇറാന് പിന്തുണയോടെ നിൽക്കുന്നു. റഷ്യക്ക് സ്വന്തമായിട്ട് എണ്ണയുണ്ട്, അവർക്കത് പ്രശ്നമല്ല. ചൈനയ്ക്ക് അതൊരു പ്രശ്നമാണ്. ചൈനയുടെ വിപണിയിലൊക്കെ അത് ബാധിച്ചു തുടങ്ങി എന്ന് ഒക്കെ ഇന്ന് BBC റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വലിയ പ്രശ്നമാണ്. അവിടെ തൊഴിലില്ലായ്മ രൂക്ഷമാവുന്നു, അവിടെ ഭക്ഷ്യക്ഷാമം വരുന്നു, അവിടെ ഉണ്ടാക്കുന്ന ഇലക്ട്രിക്കൽ വാഹനങ്ങൾ കയറ്റുമതി ഇല്ലാത്തൊരു വലിയ പ്രതിസന്ധി ഉണ്ടാവുന്നു എന്നൊക്കെ പറഞ്ഞ് ഇന്ന് BBC ചൈനയിലെ വിഷയങ്ങൾ വളരെ സമഗ്രമായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും ചുരുക്കി പറഞ്ഞാൽ മൊത്തത്തിൽ ആഗോള തലത്തിൽ തന്നെ ഒരു വലിയ ഭീഷണിയാണ് ഉണ്ടാവാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വിഷയങ്ങൾ വൈൻഡപ്പ് ചെയ്യാം. നന്ദി, നമസ്കാരം.